ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നെത്തിയ മഴ. വലിയ ആരവങ്ങളില്ല. തീർത്തും ശാന്തമായ ഒരു കുളിർമഴ. ഇടയ്ക്കൊരു കാറ്റ് വിശേഷം തിരുക്കി അതിലേക്ക് കടന്നുപോയപ്പോൾ ഏതാനും മഴത്തുള്ളികൾ നിളയെ മുത്തമിട്ടു. അവൾ ഇട്ടിരുന്ന നീല ലഹങ്കയിൽ വെള്ളത്തുള്ളികൾ അലിഞ്ഞു ചേർന്നു. നീലൻ വരാന്തയിൽ നിന്ന നിളയെ വിശ്വത്ത് തോളിൽ കൈവച്ച് പിന്നിലേക്ക് ഒതുക്കി നിർത്തി. തോളിൽ പതിഞ്ഞ അവന്റെ കൈയിലേക്ക് നിള നോക്കി. നിള. അവന്റെ മോതിരവിരൽ കേഴ്സീവ് ലെറ്റേഴ്സിൽ തെളിഞ്ഞു തിളങ്ങിയ പേരിലേക്ക് പുഞ്ചിരിയോടെ നോക്കിയവൾ. നിള അവന്റെ കൈക്കരികിലേക്ക് തന്റെ കൈയും ചേർത്ത് വെച്ചു. വിശ്വജിത്ത്. അതിലും മനോഹരമായി ആ പേര് തിളങ്ങി കിടന്നു. രണ്ടുപേരുടെയും മുഖത്തും നല്ലൊരു പുഞ്ചിരി തെളിഞ്ഞു. എല്ലാവരും കാത്തിരുന്ന വിവാഹ നിശ്ചയമായിരുന്നു ഇന്ന്. നിളയുടെ വീട്ടിലാണ്. 4-5 ദിവസം മുന്നേ നിളയും അച്യുതനും കുടുംബവും ഇങ്ങോട്ട് പോന്നിരുന്നു. പന്തലും അലങ്കാരങ്ങളുമായി വീടൊരുങ്ങി. 300 പേരോളം അടങ്ങുന്ന ഫംഗ്ഷൻ. രാവിലെ മുതൽ ഒന്നും മങ്ങി നിന്ന അന്തരീക്ഷം ചടങ്ങുകൊന്നും തടസ്സമായില്ല. മോതിരം മാറലും ജാതകം മാറലും ഒക്കെ കഴിഞ്ഞു ഫോട്ടോ സെക്ഷനിലേക്ക് കടന്ന നേരമാണ് മഴയുടെ ആഗമനം. എല്ലാവരും പന്തലിലേക്കും വീടിനുള്ളിലേക്കും കയറി. വിശ്വത്തും നിലയും വരാന്തയിലേക്ക് ഒതുങ്ങി നിന്നു. മഴയോട് സല്ലപിച്ച് ഒന്നിച്ചുള്ള അവിടെ നിമിഷങ്ങളെ ക്യാമറ കണ്ണുകൾ ഭംഗിയോടെ ഒപ്പിയെടുക്കുന്നുണ്ടായിരുന്നു. ഈ മോതിരത്തിനൊപ്പം ഇനി എൻ്റെ പേര് കുത്തിയ ഒരു താലി കൂടി. അതിന് 28 ദിവസങ്ങൾ കൂടി കടക്കണം. വിശ്വജിത്ത് അവളുടെ കൈ പിടിച്ചെടുത്തു. ആ മോതിരത്തിലൊന്ന് തടവി. വിവാഹത്തിന്റെ ഡേറ്റ് കുറിച്ച് കിട്ടിയിരുന്നു. എല്ലാവരുടെയും ഒഴിവും കൂടി നോക്കി ഞായറാഴ്ച ദിവസമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഒരു വീട് വേഗം നോക്കണം. എനിക്ക് ലീവ് അധികം കാണില്ല. നിന്നെ മാമന്റെ അവിടെ നിർത്തി എനിക്ക് അവിടെ സാറുമാരുടെ കൂടെ നിൽക്കാൻ പറ്റുമോ? അതൊന്ന് ആലോചിക്കാൻ പോലും മടിക്കും വിധം അവന് തല കുടഞ്ഞു. ഞാനൊരു കാര്യം പറയട്ടെ? ഇത്തിരി ആശങ്കയോടെ പറഞ്ഞവളെ തനിക്ക് നേരെ തിരിച്ചു നിർത്തി വിശ്വജിത്ത്. എന്താ ഒരു ആശയക്കുഴപ്പം? എന്നോട് പറയാൻ ഇത്ര ആലോചിക്കണോ? അത് നമുക്ക് വേറെ വീട് നോക്കണോ? ഇവിടെ പോരെ? വിശ്വേട്ടന് ഇവിടുന്ന് കോളേജിലേക്ക് 3/4 മണിക്കൂർ ആവുള്ളൂ. എനിക്കും ഹോട്ടലിലേക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. ഇതിനൊക്കെ അപ്പുറം ഇനി ഈ വീട് അടച്ചിടാൻ മനസ്സ് വരുന്നില്ല. അച്ഛനും അമ്മയും ഇവിടെ തന്നെ ഉണ്ടെന്ന് തോന്നുക. ഒരുപാട് ഓർമ്മകളാണ്. അവരെ തനിച്ചാക്കി പോകും പോലെയാണ് ഓരോ തവണ ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ. പറഞ്ഞു കഴിഞ്ഞതും നില അവനിൽ നിന്ന് നോട്ടം തുള്ളിയിട്ട് നിൽക്കുന്ന മഴയിലേക്കാക്കി. നമുക്ക് ആലോചിക്കാനേ. ഇനി ഓരോന്നോർത്ത് വിഷമിക്കല്ലേ. ദേ ചിലര് പറയും പോലെ ചിലപ്പോ അച്ഛൻ്റെ അമ്മയുടെ സന്തോഷമാവും ഈ മഴ. ആണോ? എന്തോ അങ്ങനെ ചിന്തിക്കാൻ അവൾക്കും തോന്നി. ആന്നേ, അല്ലാതെ ഈ സമയത്ത് എവിടുന്ന ഇങ്ങനെ ഒരു മഴ? അവൻ അവളെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് നിർത്തി. വിശ്വ, നിള, കഴിക്കാം. അപ്പോഴേക്കും മഴ പോകും. ബാക്കി ഫോട്ടോസ് എന്നിട്ടെടുക്കാം. ജിതിൻ അവരെ വിളിക്കാനായി വന്നു. വാ. നിള മുന്നേ നടന്നു. ചേച്ചി മോൻ എന്തി ജിതിനേട്ടാ? അവൾ അകത്തുണ്ട്. മോൻ അമ്മയുടെ ഉണ്ടടി. കഴിച്ചിട്ട് നിങ്ങൾ അകത്തേക്ക് ചെല്ലേ. പന്തലിൽ ആളുകൾ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. വൃന്ദയും സേതിയും അവരെ കാത്തു നിൽപ്പാണ്. പ്രജനും സേതിയും വൃന്ദയും ഇരുന്നു. വൃന്ദയ്ക്ക് അടുത്തായി നിളയും വിശ്വജിത്തും. നിലേച്ചി, സത്യം പറ, എൻഗേജ്മെന്റ് ഡ്രസ്സ് നിങ്ങൾ രണ്ടാളും ഒന്നിച്ചു പോയി എടുത്തതല്ലേ? അവൾ മുന്നേ പറഞ്ഞിട്ട് ഒട്ടും വിശ്വാസം വരാത്ത പോലെ വൃന്ദ വീണ്ടും രണ്ടാളുടെയും ഡ്രസ്സിന്റെ മാച്ച് നോക്കി. എന്റെ മോളെ, എത്ര പറഞ്ഞു, ഇത് ജിതിനേട്ടനും ചേച്ചിയും ഒന്നിച്ചു പോയി എടുത്തതാണ്. ഞാൻ കൂടെ പോയിട്ട് കൂടിയില്ല. പിന്നെ ഈ കളർ എങ്ങനെ എത്ര മാച്ച് വന്നു? ഫോട്ടോ ഒന്ന് അയച്ചു കൊടുത്തു എന്ന് പറയല്ലേ. ഫോട്ടോയിൽ ഇതിന്റെ റിയൽ കളർ തിരിച്ചറിയാനാവില്ല. നിലയുടെ ലെഹങ്ക ഡാർക്ക് ബ്ലൂ എന്നോ ഡാർക്ക് ഗ്രീൻ എന്നോ ഉറപ്പിച്ച് പറയാൻ പറ്റാത്തൊരു കളറാണ്. ആ സെയിം കളർ കുർത്തയും മുണ്ടുമാണ് വിശ്വജിത്തിന്റെ. നീ ഇനി ഇവിടെ നിന്ന് ഇറങ്ങും വരെ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണ്ട. ജിതിൻ ചേട്ടനും ചേച്ചിക്കും ഒപ്പം ഞാനും പോയിരുന്നു. നിലയുടെ ഈ ഡ്രസ്സ് സെലക്ട് ചെയ്ത് ഞാനാണ്. വിശ്വജിത്ത് പറഞ്ഞത് കേട്ട് വൃന്ദ മാത്രമല്ല നില കൂടി ഞെട്ടി. എന്നോട് പറഞ്ഞില്ലല്ലോ. നില അവനെ നേരെ തിരിഞ്ഞു. സ്വന്തം എൻഗേജ്മെന്റിന് ഡ്രസ്സ് എടുക്കാൻ പോകാൻ പറ്റാത്ത വിധം തിരക്കൊന്നും എനിക്കില്ല. ആ പറഞ്ഞതിലെ പരിഭവം നിളയ്ക്ക് പെട്ടെന്ന് മനസ്സിലായി. കല്യാണം ആകുമ്പോഴേക്കും എനിക്ക് ഫ്രീ ആവാൻ വേണ്ടിയല്ല ഈ ഓട്ടം. സ്റ്റാഫുകൾ മുതൽ പച്ചക്കറികൾ തുടങ്ങി ഓരോ ഐറ്റംസും വാങ്ങുന്ന പുതിയ ഇടങ്ങളിൽ നിന്നാണ്. എല്ലാം ഒന്ന് സെറ്റായി വരാൻ സമയമെടുക്കും. ജിത്തന്റെ ഹണിമൂൺ സ്വപ്നം കാണേ വേണ്ടെന്നർത്ഥം. വിശ്വത്ത് വൃന്ദയെ ഒന്ന് കനപ്പിച്ചു നോക്കി. അവൾ വേഗം സേതിക്കരികിലേക്ക് തിരിഞ്ഞു. അതേ, കല്യാണത്തിന് ഡ്രസ് നമുക്ക് ഒന്നിച്ചെടുക്കാന്നേ.
നില പയ്യെ വിശ്വത്തിന്റെ കയ്യിലൊന്ന് തോണ്ടി. അവൻ മറുപടി നൽകും മുമ്പേ ക്യാമറമാൻ എത്തി. പിന്നെ അവര് പറയും വിധം നോക്കിയും ചിരിച്ചുമൊക്കെയായി കഴിക്കും. കഴിച്ചു കഴിഞ്ഞു. നില വിശ്വത്തിനെ അകത്തേക്ക് കൂട്ടി. അവൻ ആദ്യമായി വരുന്നതല്ലേ ഇവിടെ. നിശ്ചയത്തിന്റെ ചടങ്ങുകളെല്ലാം പുറത്തെ പന്തലിൽ തന്നെയായിരുന്നു. അകത്തു ഭിത്തിയിൽ അധികവും ഫോട്ടോ ഫ്രെയിംസ് ആണ്. ഒക്കെയും നിലയുടെയും നീലിമയുടെയുമാണ്. മിക്കതിലും ജിതിനും കൂടിയുണ്ട്. വിശ്വത്തിന്റെ നോട്ടം അധികവും പോയത് ഫോട്ടോകളിലേക്കാണ്. കുഞ്ഞിലെ അവന്റെ കാണാമറയത്ത് നിന്ന് അവൾ പോന്നതിൽ പിന്നെയുള്ള വളർച്ചയുടെ ഓരോ ഘട്ടവും ആ ഫോട്ടോസിൽ കാണാം. മുകളിലേക്കൊന്നും അവൻ കയറാൻ നിന്നില്ല. ലിവിംഗ് റൂമിൽ ഇരുന്ന അമ്മയ്ക്കും ആന്റിമാർക്കൊപ്പം കുറച്ചു നേരം ഇരുന്നു രണ്ടാളും. മഴ യാത്ര പറഞ്ഞതിന് പിന്നാലെ ചെക്കൻകൂട്ടരും യാത്ര പറഞ്ഞു. ആളുകളും ബന്ധുക്കളും പയ്യെ പോയി തുടങ്ങി. വൈകുന്നേരമായപ്പോൾ വീട്ടിൽ അവര് മാത്രമായി, കൂടാതെ ഷീജയുടെ അമ്മയും. ഇനിയും കല്യാണം അടുക്കും വരെ വീട് അടച്ചിടുന്നതിന് ആർക്കും താല്പര്യം തോന്നിയില്ല. അതുകൊണ്ട് നിളയും അമ്മമ്മയും ജിതിനും നീലിമയും കുഞ്ഞും ഇവിടെ തന്നെ നിൽക്കാമെന്നായി. കല്യാണശേഷം നിലയും നിശ്ചയിത്തും ഇവിടെ താമസിക്കുന്നതിനെ കുറിച്ച് നില എല്ലാവരും അഭിപ്രായം ചോദിച്ചു. മോളുടെ വീട്ടിൽ മോള് താമസിക്കുന്നതിന് ഞങ്ങളുടെ സമ്മതം വേണോ? സന്തോഷമായി രണ്ടാളും കൂടി ഇവിടെ നിന്നോ? ആ ഒരു തീരുമാനം നല്ലോണം ഇഷ്ടപ്പെട്ട പോലെയാണ് അമ്മമ്മ സംസാരിച്ചത്. നീലമ്മ സന്തോഷം കൊണ്ട് നിലയെ കെട്ടിപ്പിടിച്ചു. വീടിങ്ങനെ അടച്ചുപൂട്ടിയിടുന്നത് അവൾക്കും സങ്കടം തന്നെയായിരുന്നു. എല്ലാവരുടെയും സന്തോഷം കണ്ടപ്പോ ആലോചിക്കാമെന്ന് പറഞ്ഞു പോയവൻ ഇനി മുടക്കം പറയുമോ എന്നൊരാശങ്ക നിലയ്ക്ക് തോന്നാതിരുന്നില്ല. തുടരും. സ്നേഹത്തോടെ, അഭിനവി.